Question number 11. Show that the relation R in the set A of points in a plane given by R is equal to set of ordered pair PQ such that distance of the point P from the origin is same as the distance of the point Q from the origin is an equivalence relation. Further, show that the set of all points related to a point P not equal to 0, 0 is a circle passing through P with origin as center. Let O എന്ന് പറയുന്നത് ഒറിജിൻ ആയിട്ട് എടുക്കുകയാണ്. ലെറ്റ് O be the origin. അപ്പോൾ ഈ തന്നേക്കുന്ന റിലേഷനെ നമ്മൾ റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ പി ക്യു എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് P ഫ്രം ദ ഒറിജിൻ ഈസ് സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് Q ഫ്രം ദി ഒറിജിൻ. അതായത് ഈ പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പിയിൽ നിന്ന് ഒയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ ഈ റിലേഷൻ നമുക്കൊന്ന് മാറ്റി ചെയ്താലോ. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ പി ക്യു സച്ച് ദാറ്റ് ഒ പി ഈക്വൽ ടു ഒ ക്യു എന്ന് പറഞ്ഞതാ. ഒ പി സച്ച് ദാറ്റ് ഒ പി ഈക്വൽ ടു ഒ ക്യു. അപ്പോൾ ഇതാണ് റിലേഷൻ. പിന്നെ ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷനാണെന്നാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാണ്. ഈ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ റിഫ്ലെക്സീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എ എന്ന് പറഞ്ഞ എലമെൻറ്റ് ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ഇവിടെ ക്യാപിറ്റൽ എ എന്തായിരുന്നു, സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ആണ്. അപ്പോൾ അതായത് ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്ന സെറ്റിൽ ഫുൾ പോയിൻറ്റ്സിൻ്റെയാണ്, പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ നമ്മൾ എ എന്നൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് പി ക്യു എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ ആ പി ക്യു ഒ പി ഈക്വൽ ടു ഒ ക്യു ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതായത് അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുക്കുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്ന എലമെൻറ്റ് ആറിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ പി ആയിരിക്കണം. അതായത് ഒയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഒ പി ഒരു നമ്പർ അതിനോട് തന്നെ ഈക്വൽ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഒ പി ഈക്വൽ ടു ഒ പി എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലെറ്റ് പി ബി എ പോയിന്റ് ഇൻ ദ പ്ലെയിൻ. ദെൻ നമുക്ക് ഒ പി ഈക്വൽ ടു ഒ പി തന്നെയാണ്. അതായത് ഒരു പോയിന്റ് അതിനോട് തന്നെ അല്ലെങ്കിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒ പി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഈ ലൈൻ ഇതിനോട് തന്നെ ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഒ പി ഈക്വൽ ടു ഒ പി എന്ന് പറയാൻ പറ്റും. അതായത് പി എന്ന് പറയുന്നത് നമുക്ക് ഒ പി ഈക്വൽ ടു ഒ പി ആണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് ആറിലുണ്ടായിരിക്കും. നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാലോ. ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. എ എന്ന് പറയുന്നത് പോയിൻറ്റ്സിൻ്റെ പ്ലെയിനിലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനായ കാരണം കൊണ്ടാണ് നമ്മൾ പി എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിൻ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഒരു ലൈൻ അതിനോട് തന്നെ ഈക്വൽ ആണ്. ഇവിടെ ഒ പി എന്ന് പറയുമ്പോൾ ഒരു ലൈനായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഒ പി ഈക്വൽ ടു ഒ പി തന്നെയായ കാരണം കൊണ്ട് പി എന്ന് പറയുന്ന പോയിന്റ് ആറിലുണ്ടായിരിക്കും. അപ്പോൾ ആറ് റിഫ്ലെക്സീവായി. ഇനി ആറ് സിമ്മട്രിക് ആണ് കാണിക്കണം. സിമ്മട്രിക് ആവാനുള്ള ഡെഫിനേഷൻ എന്തായിരുന്നു, എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന ഓർഡർ പെയറും ആറിലുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ പി ക്യു ആണ് എടുക്കുന്നത്. പി ക്യു എന്ന് പറയുന്ന ഓർഡർ പെയർ ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ആറെന്ന് പറഞ്ഞ റിലേഷൻ അനുസരിച്ച് നമുക്ക് ഒ പി ഈക്വൽ ടു ഒ ക്യു എന്ന് എഴുതാലോ. ഇതിന് തിരിച്ചു എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഒ പി എന്ന് പറയുന്നതും ഒ ക്യു എന്ന് പറയുന്നതും സെയിം ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന് ഒ ക്യു എന്ന് പറയുന്നതും ഒ പി എന്ന് പറയുന്നതും സെയിം ആണെന്ന് പറയാലോ. വിച്ച് ഇംപ്ലൈസ് ഒ ക്യു ഈക്വൽ ടു ഒ പി ആണ്. ഒ ക്യു ഈക്വൽ ടു ഒ പി ആകുമ്പോൾ നമുക്ക് ക്യു പി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആറിലുണ്ടെന്ന് പറയാം. ഒ പി ഈക്വൽ ടു ഒ ക്യു ആകുമ്പോൾ പി ക്യു എന്ന് പറയുന്നത് ആറിലുണ്ട്. ഒ ക്യു ഈക്വൽ ടു ഒ പി ആകുമ്പോൾ ക്യു പി എന്ന് പറയുന്നത് ആറിലുണ്ടാവും. അപ്പോൾ പി ക്യു എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ക്യു പി എലമെൻറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു, എ ബി സി എലമെൻറ്റ് ഓഫ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എക്കും ബിക്കും സിക്കും പകരം 3 പോയിൻറ്റ്സ് എടുക്കുകയാണ്. പി ക്യു ആർ ഓൾറെഡി നമ്മൾ റിലേഷൻ ഡിനോട്ട് ചെയ്ത കാരണം കൊണ്ട് എസ് എടുക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം എയിലത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എയിലത്തെ എലമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിയും ക്യൂവും എസ് ഒക്കെ പോയിൻറ്റ്സ് ആണ്.
ഇനി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് പി ക്യു ക്യു എസ് എന്ന് പറയുന്നത് ആറിലത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ പി ക്യു എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ആർ എന്ന് പറഞ്ഞ റിലേഷൻ അനുസരിച്ച് ഒ പി ഈക്വൽ ടു ഒ ക്യു ആണ്. ആൻഡ് ക്യു എസ് എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ഒ ക്യു ഈക്വൽ ടു ഒ എസ് ആണ്. ഒ പിയും ഒ ക്യും സെയിം ആണ്, ഒ ക്യും ഒ എസും സെയിം ആണ്. അപ്പോൾ നമുക്കിത് മൂന്നും ഈക്വൽ ആണെന്ന് പറയാമല്ലോ. ഒ പിയും ഒ ക്യും ഒ എസും ഈക്വൽ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒ പി ഈക്വൽ ടു ഒ എസ് എന്ന് പറയാമല്ലോ. അപ്പോൾ ഒ പി ഈക്വൽ ടു ഒ എസ് ആണെങ്കിൽ പി എസ് എന്ന് പറയുന്ന എലമെൻറ്റ് എന്തിലുണ്ടായിരിക്കും? ആറിലുണ്ടായിരിക്കും. അപ്പോൾ പി ക്യു ക്യു എസ് എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് പി എസ് എലമെൻറ്റ് ഓഫ് ആർ. Therefore R is transitive. അപ്പോൾ R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്, സിമെട്രിക്, transitive. Therefore R is an equivalence relation. നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു എ പോയിന്റ് പി നോട്ട് ഈക്വൽ ടു 0, 0, അതായത് ഒറിജിൻ ഈസ് എ സർക്കിൾ പാസിംഗ് ത്രൂ പി വിത്ത് ഒറിജിൻ ആസ് സെൻറ്റർ. അതായത് ഒറിജിൻ അല്ലാത്ത ഒരു പോയിന്റ് നമ്മൾ പി എടുത്തു. അപ്പോൾ ആ പിയോട് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വരച്ച് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പി എന്ന് പറയുന്ന പോയിന്റ് ഒറിജിൻ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് പി ആയിട്ട് എടുത്തു. പി എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0, 0 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞേക്കുന്നത് ഈ പിയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സിൻ്റെ സെറ്റ്. അപ്പോൾ പിയോട് റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പി ക്യൂ എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം. ഒരു ക്യൂ എന്ന് പറയുന്നത് വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ആറിലുണ്ടെങ്കിൽ നമ്മുടെ ആർ എന്ന് പറയുന്ന ഡെഫിനേഷൻ അനുസരിച്ച് ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആയിരിക്കും. അതാണല്ലോ പിയോട് റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ. അപ്പോൾ വേറൊരു എലമെൻറ്റ് ഒ എന്ന് പറയുന്നത് ഒറിജിനായിട്ട് എടുത്തു ഒ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് പിയോട് റിലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അപ്പോൾ ഒ പിയും ഒ ക്യൂ സെയിം ആയിരിക്കണം. ഇനി വേറൊരു പോയിന്റ് എസ് എന്ന് പറഞ്ഞെടുത്തു. അതായത് അപ്പോൾ പി എസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് എസ് എന്ന് പറയുന്ന പോയിന്റ് പിയോട് റിലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ എസ് ആയിരിക്കണം. അതായത് ഈ സെയിം ഡിസ്റ്റൻസിൽ തന്നെ എസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണ്, വൈ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് പോകുമ്പോൾ ഈ ഒ പിയുടെ സെയിം ഡിസ്റ്റൻസിലാണ് പോകുന്നത്. ഒ പിയുടെ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ഈ ഒ പി ഡിസ്റ്റൻസും ഒ പി ഒ ക്യു ഒ എസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഒയിൽ നിന്ന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഈ എല്ലാ പോയിന്റ്സും പോണത്. ഒയിൽ നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഓനെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒ പി റേഡിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിതൊരു സർക്കിളാണെന്ന് കിട്ടുമല്ലോ. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പിയോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അത് ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസിനോട് സെയിം ആയിരിക്കും. ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസിനോട് സെയിം. അപ്പോൾ എല്ലാ പോയിന്റ്സും പിയോട് റിലേറ്റ് ചെയ്തെടുക്കുന്ന എല്ലാ പോയിന്റ്സും ഒറിജിനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഒറിജിനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ പോയിന്റ്സ് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പോയിന്റ്സ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സർക്കിൾ ഫോം ചെയ്യുമല്ലോ. അത്രയും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ നിന്ന് എടുക്കുന്നത് പിയോട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് സെൻറ്റൻസിൽ എഴുതാം നമുക്ക്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്തത്? ലെറ്റ് പി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0, 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ചൂസ് ചെയ്തു. ബി എ പോയിന്റ് ഇൻ ദ പ്ലെയിൻ. ഫസ്റ്റ് നമ്മൾ പോയിന്റ് ചൂസ് ചെയ്തു. പിന്നെ കൺസിഡർ ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ and radius OP.
അപ്പോൾ ഇവിടെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഒ പി റേഡിയസ് ആയിട്ടൊരു സർക്കിൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദിസ് സർക്കിൾ ആർ റിലേറ്റഡ് ടു പി. സിൻസ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് പി ഈസ് സെയിം ആസ് ദി ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ഫ്രം the origin to any point on the circle. From the origin to any point on the circle is OP. Hence, the set of points related to P is the circle passing through P with origin as center. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എവിടെയെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ നമ്മളിവിടെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പി ഒറിജിൻ അല്ലാത്തൊരു പോയിന്റ് എടുത്തു. എന്നിട്ട് ഒ പി എന്ന് പറയുന്നത് ഒറിജിനാണ്. ഒ പി റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. പിയോട് റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പി ക്യു എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ ക്യു ആയിരിക്കണം. അപ്പോൾ പിയോട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ ഈ സർക്കിളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒ പി ഈക്വൽ ടു ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ചു പോകുമ്പോൾ ഇത് നമുക്കൊരു സർക്കിളായിട്ടാണ് കിട്ടുക. പിയോട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സർക്കിളാണെന്ന് പറഞ്ഞിട്ട് അത്രയും ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാവാത്തണെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.